പരിപാടി പടക്കം മേടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ പടക്കം മേടിക്കാൻ പറ്റില്ല. അതിനെന്തൊക്കെ ആചാരമുണ്ട്. വലിച്ച് മരിച്ചിട്ട് അധികമായിട്ടില്ല. അമ്മയച്ഛന് പറഞ്ഞ് പടക്കം മേടിക്കണ്ട, ആഘോഷിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉച്ചയ്ക്ക് സദ്യ സാധനങ്ങളൊക്കെ ഉണ്ടാവും. സദ്യ വല്ലതും ഉണ്ടാവും. ഉച്ചയ്ക്ക് നീക്കി വെക്കുമ്പോൾ നിൽക്കുന്നതാ കേട്ടെ. അത് ഞാൻ പിടിക്കണ്ട. അപ്പോ അത് കുളിക്കാനാണോ ഈ മൂലയ്ക്ക് ഇരുന്നേ? അതോ കുളിക്കാനല്ല, ഇത് പുറലോകം കാണട്ടെ. അമ്മ പടക്കം മേടിക്കാൻ പറ്റുമോ അമ്മ? എന്താ അമ്മ അവിടെ പോയിട്ട് പൊട്ടിച്ച പോലെ? അമ്മ ഇന്ന് വിഷയമായിട്ട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പടക്കം പൊട്ടിക്കണ സൗണ്ട് വാണ് വീറണൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ എനിക്കും പൊട്ടിക്കാൻ തോന്നുന്നു. പക്ഷെ പൊട്ടിക്കാൻ പറ്റൂല എന്നൊക്കെ പറയണേ. വലിച്ച മരിച്ചിട്ട് ഒരു കൊല്ലം പോലും ആയിട്ടില്ല. പാമ്പോ എടാ? അതാ പോണ്. അതാ പോണ. അതന്നെ ആ പോണന്നെ. പോയിക്കണത് നടക്ക്. ഈ പരിസരം മൊത്തം പാമ്പിന്റെ അതിനെക്കാട്ടി വലിയ പാമ്പല്ലത്. എവിടെ അവിടെ ഉണ്ട്. അത് വലുതാണ്. കല്ലെടുത്ത് പിന്നെ എങ്ങനെ ഓട്ടിക്കോ? അമ്മ അങ്ങോട്ട് വരില്ല. അമ്മ വരില്ല. നിനക്ക് പോയിക്കോളത്. ചുറ്റി പിടിക്കാതമ്മ. ഞാൻ അമ്മൂമ്മനെ വിളിച്ചു ചോദിക്കട്ടെ. ചിലപ്പോൾ അവിടെ പടക്കം പൊട്ടിക്കല്ല, വിഷുവിന് എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവും എന്നൊന്നും അറിയില്ല. അവിടെ പിന്നെ ഇങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. മരിച്ചു കഴിഞ്ഞാൽ ഒരു കൊല്ലം കഴിഞ്ഞ് അവിടുത്തെ ഒരു കൊല്ലം കഴിഞ്ഞിരിക്കണ്. ഇവിടെയാണ് പ്രശ്നം. അപ്പോൾ ഇവിടെ ആഘോഷമൊന്നും ഇല്ല എന്ന് പറയുന്നത്. സദ്യ വെക്കും, ഉച്ചയ്ക്ക് സദ്യ വെക്കും. അമ്മൂവിൻ്റെ അടുത്ത് ഞാൻ വിളിച്ചു ചോദിച്ചോട്ടെ. ഹലോ അമ്മൂമ്മ, വിഷുവിന് അവിടെ ആഘോഷം എന്തെങ്കിലും ഉണ്ടോ? വിഷുവിന് അവിടെ എന്തെങ്കിലുമൊക്കെ ആഘോഷം ഉണ്ടോ? പടക്കം പൊട്ടിക്കണ്ടോ? ആ താഴെയോ? താഴെയോ? അമ്മ ഇവിടെ ചോറും കറിയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ പടക്കം പൊട്ടിക്കാൻ പറ്റൂലെന്ന്. ഇന്ന് വൈകുന്നേരം നല്ലന്നൂർക്ക് പോകണമെന്നുണ്ട്. നല്ലന്നൂര് വെച്ചാൽ അമ്മേൻ്റെ വീട് ആ ഭാഗത്തായിട്ട് അരപ്പറ്റേന്ന് ഉള്ളോട്ട് പോയിട്ട് അവിടെ നല്ലന്നൂരിൽ നിന്ന് ആ ഭാഗത്തെ പറയാം. ഞാൻ അപ്ലോഡ് ചെയ്യൽ എഡിറ്റ് ചെയ്യലൊന്നും നടക്കൂല. എന്താ ചെയ്യാ?
തട്ടുന്ന സൗണ്ടൊന്നും ഇപ്പോൾ കേൾക്കണില്ല. ഇപ്പോൾ രാത്രി ആയിക്കോട്ടെ, രാത്രി അമ്മാതിരി സൗണ്ട് പറഞ്ഞാൽ അമ്മാതിരി സൗണ്ട് ആയിരിക്കും. ഒന്നാമത് ഇന്ന് വിഷയമാണ്, കുറേ ആൾക്കാർ പടക്കം മേടിച്ചിട്ടുണ്ടാവും. ഇന്നലെ കാണുന്ന പടക്കം പൊട്ടിക്കണ സൗണ്ട്, ഇത് പടക്കം പൊട്ടിച്ച സൗണ്ട് എന്താ പടക്കം മേടിച്ചു തന്നൂടെ? എമ്മാ ചൂടറിയോ. അവരൊക്കെ ഇപ്പോൾ പടക്കം ഉണക്കാൻ വെക്കുന്നുണ്ടാവും. കൊല്ലത്തെ വിഷു എന്ത് വിഷയം, കഴിഞ്ഞ കൊല്ലത്തെ വിഷുവിൻ്റെ അത്ര ഇത് ഒന്നും എത്തിയിട്ടില്ല. കഴിഞ്ഞ കൊല്ലത്തെ വിഷുവിലൊക്കെ ഉണ്ടല്ലോ ഞങ്ങൾ പടക്കം മേടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഇട്ട് പൊട്ടിക്കരുത് അറിയോ. പടക്കം പൊട്ടുമ്പോൾ കുപ്പിയൊക്കെ മേലോട്ട് പറന്നാവും. ഞങ്ങളെല്ലാവരും അതുകൂടെയൊക്കെ പടക്കം പൊട്ടിച്ച് നടക്കും. അതിനൊക്കെ അടിപൊളിയായിട്ടുള്ള വിഷയമായിരുന്നു കഴിഞ്ഞ കൊല്ലം ഉണ്ടായത്. ഇക്കൊല്ലത്തെ വിഷയം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ദിവസം പോലെ ആയിപ്പോയി. ചൂടിനും കുറവില്ല. ഞാൻ ഇത്ര നേരം കടന്നുറങ്ങിയിരുന്നു. ആകെ മേൽ മൊത്തം വേർത്ത് ഒട്ടുന്നു. കുളിക്കണം. ഒട്ടണ് വേർത്ത് വാ, ചൂടിന് വേർത്ത് ഒട്ടണ്. ഭയങ്കര ചൂടാ. കുളിച്ച് കഴിഞ്ഞ് തലേ ചെല്ലി വെച്ച് മുടി മേലോട്ടാക്കി കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ കണ്ണട ഉണ്ട്. ഈ കണ്ണട ഇട്ടിട്ടായാലോ നമ്മുടെ കളി. ഈ കണ്ണട ഇട്ടിട്ടായാലോ കണ്ടോ, കണ്ണട ഇട്ടിട്ട് ഇങ്ങനെ വ്ളോഗ് എടുക്കുമ്പോൾ എന്ത് രസം അറിയോ. ഫുള്ളാണ് ഡാർക്കാവും, ഈ വെളിച്ചൊന്നും കണ്ണ് കുത്താതെ എന്ത് രസം അറിയോ കണ്ണട ഇട്ട് ഇങ്ങനെ എടുക്കാൻ. അതിന് മാത്രമേ മോളോ ഇപ്പം മോള് അമ്മ ഇപ്പം മോള് ജിമ്മീനെ കടിച്ചിട്ടേനെ. എന്താണ് ഈ പൂച്ചയൊക്കെ ഇങ്ങനെ? പൂച്ച 2 പ്രസവിച്ച് വെച്ചിട്ട് ജിമ്മീൻ്റെ മേക്കട്ട് കയറാൻ നിൽക്കുക. എനിക്കല്ല കിടിലൻ സ്റ്റോറി ടെല്ലറും നല്ല കിടിലൻ ഫിലിം മേക്കർ ആവണം കേട്ടോ. യൂട്യൂബിൽ ഞാൻ കുറേ റിസർച്ച് ചെയ്തോട്ടെ. ഇനി എങ്ങനെ നല്ല ഫിലിം ചെയ്യണം, നല്ല സ്റ്റോറി ടെല്ലിങ് നല്ല കിടിലായിട്ട് പറയണം. സ്റ്റോറി അറിയുമ്പോഴൊന്നും ഒരു ഗുമ്മില്ല. എനിക്ക് തന്നെ തോന്നുന്നുണ്ട് സ്റ്റോറി അറിയുമ്പോൾ ഗുമ്മില്ലാന്ന്. അപ്പോൾ അതെനിക്ക് ഇപ്പോൾ നോക്കാണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഇന്നത്തെ ചെറിയ വിഷു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. വിഷു അധികം ഉഷാറായിട്ടൊന്നുമില്ല. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നാളെ അടുത്ത നല്ല കണ്ടൻറ്റായിട്ട് നാളെ കാണാം കേട്ടോ.